നമസ്കാരം. ഞാൻ എൻ്റെ ശ്രോതാക്കളെ ചില കാര്യങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പം ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ FM റേഡിയോ ഒക്കെ ഇട്ട് കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ആ FM റേഡിയോയിലൂടെ നിരന്തരം വന്നുകൊണ്ടിരുന്ന ചില കമ്പനികളുടെ പരസ്യങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഉദാഹരണം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഇത് തീപ്പെട്ടിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമല്ലോ. ഈ തീപ്പെട്ടി കാലാകാലങ്ങളായിട്ട് 50 സ്റ്റിക്കിന്റെ തീപ്പെട്ടിയായിരുന്നുള്ളത്. ഈ 50 സ്റ്റിക്കിന്റെ തീപ്പെട്ടി നമുക്ക് 50 പൈസ കഴിഞ്ഞപ്പം പിന്നെ 60ഉം 70ഉം ഒന്നുമില്ല, പിന്നെ നേരെ 1 രൂപയിലായി. ഇതൊന്നും ആരും ചോദിക്കാൻ സംവിധാനമില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഈ 50 സ്റ്റിക്ക് 1 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ പിന്നെയും വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞപ്പം വന്ന് അവസാനം എന്താ, ഇതിനകത്തുള്ള ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത്, ഈ സാധനം, ഇതിനാണ് സ്റ്റിക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പം വന്ന് 20 മുതൽ 25 എണ്ണം മാത്രമേ ഒരു തീപ്പെട്ടിക്കൂടിനകത്തുള്ളൂ. അപ്പം ഈ 25 എണ്ണം നമ്മൾ അപ്രോക്സിമേറ്റ് വെച്ച് കൂട്ടിയാൽ ഈ ഒരു തീപ്പെട്ടി കമ്പിന് ഇത്, അഥവാ നമ്മൾ തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ 4 പൈസ വെച്ച് കൊടുക്കണം. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു തീപ്പെട്ടിയുടെ ഒരു സ്റ്റിക്ക് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഞാൻ 2 തീപ്പെട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ച തീപ്പെട്ടിയാണ് 2 എണ്ണം. ഇതാ 2 തീപ്പെട്ടി, 1 രൂപ ഒരു തീപ്പെട്ടി. 20 മുതൽ 25 വരെ സ്റ്റിക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്രോക്സിമേറ്റ് ആണ്, ഫിക്സഡ് ഇതിനകത്ത് ഇത്ര കാണണം എന്നുള്ള നിയമ നിർമ്മാണമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് കരുതുകയാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കുമില്ല. കാര്യം ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ആണ്. ഉണ്ടാക്കിയാൽ അപ്പം വിറ്റ് പോകുന്ന, ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന മെറ്റീരിയൽ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പരസ്യങ്ങളിലേക്ക് വരാം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാറിലൂടെ കേട്ട പരസ്യങ്ങളാണ്. ഓക്സിജൻ കമ്പനി അവർ 25 സ്വിഫ്റ്റ് കാറ് അവരുടെ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് സമ്മാന കൂപ്പണിലൂടെ വിതരണം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ 25 സ്വിഫ്റ്റ് കാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം 2 കോടി രൂപയുടെ അടുത്ത് വില വീഴുന്നുണ്ട്, ഇല്ലേ? അപ്രോക്സിമേറ്റ് അത്രയൊക്കെ കാണും, 2 കോടി രൂപ. അത് ഇപ്പം അത് കഴിഞ്ഞിട്ട് മറ്റ് ഒരുപാട് അനേകം സമ്മാനങ്ങളെന്നാണ് അവര് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഈ മറ്റനേകം സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരുപാട് ചെറുതും വലുതുമായ സമ്മാനങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിച്ച് വിളിച്ചു വരുത്തി കൊള്ളയടിക്കുന്നതാണ് ആ രീതി. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം 2 കോടി രൂപ ഈ ഓണം പ്രമാണിച്ച് 25 സ്വിഫ്റ്റ് കാറിലൂടെ ഇവർ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വിൽപ്പനയുടെ 10% ലാഭം എടുത്താൽ പോലും 20 കോടി രൂപയുടെ സെയില് അവർക്ക് ഈ ഓണത്തിന് മാത്രം നടന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ സമ്മാനം അവർ പറഞ്ഞേക്കുന്ന മാതിരി ഈ സ്വിഫ്റ്റ് കാർ മാത്രം കൊടുക്കാൻ കഴിയുള്ളൂ. അവർ പറഞ്ഞിരിക്കുന്ന മറ്റ് സമ്മാനങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 100 കോടി രൂപയുടെ വിൽപ്പന അവർക്കുണ്ടായെങ്കിൽ മാത്രമേ അവർക്കത് കൊടുക്കാൻ കഴിയുള്ളൂ. അത്രയും ഉണ്ടാകുന്നോ ഇല്ലെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. കാര്യം ഇന്ന് ഒരുവിധപ്പെട്ട എല്ലാ പർച്ചേസിങ്ങും ആൾക്കാർ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. പിന്നെ സ്വന്തം അപ്പനെയും അമ്മയെ വരെ ഓൺലൈനിൽ കിട്ടുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഇത്രയധികം വ്യാപാരം ഒന്നും ഇവർക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ കൊടുക്കാമെന്ന് പറയുന്നത് വെറും വാഗ്ദാന പെരുമഴ മാത്രമാണ്. രണ്ടാമത്, കേരളത്തിലെ എന്താണ് പറയുന്നത്, നമ്മളെ ബഹുമാന്യനായ മോഹൻലാൽ മഹാനടൻ അഭിനയിച്ച് പരസ്യം ചെയ്യുന്ന മൈജി, ഈ മൈജി എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ അവര് വിതരണം ചെയ്യുന്നത് 15 കോടി രൂപയുടെ സമ്മാനങ്ങളാണെന്ന് പറയുന്നു. ഈ 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വിൽപ്പനയുടെ 10% ലാഭം എടുത്ത് അതിന് കൊടുത്താൽ തന്നെ 150 കോടി രൂപയുടെ സെയിൽ അവർക്ക് നടക്കണം. അവർ ഗൃഹോപകരണങ്ങളെ വിൽക്കുന്ന ഗ്രൂപ്പാണ്, ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന ഗ്രൂപ്പാണ്.
അപ്പം ഈ 150 കോടി രൂപയുടെ വിൽപ്പന നടത്തി അതിന്റെ 15% നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അവര് പച്ചവെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുമെന്ന് കരുതാൻ മാത്രമുള്ള വിവരക്കേട് നമ്മൾക്കില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 1000 കോടി രൂപയുടെ ഒക്കെ സെയിലായിരിക്കും അവരും പ്രതീക്ഷിക്കുന്നത്. അത്ര അവർക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങളാണ്, അത് അവർ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കമ്പനികളിലൂടെ അവരുടെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച് പല പോട്ടെ അത് നമ്മൾ പറയുന്നില്ല. ഒന്നാമതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ തന്നെ നാട്ടുകാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം പരസ്യങ്ങളിൽ പോയി വീണാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഞാൻ അതേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കും താല്പര്യം, നമുക്ക് താല്പര്യം ഈ പരസ്യങ്ങളും പെണ്ണുങ്ങളെയൊക്കെ കാണിച്ചും മഹാനടന്മാരെ കാണിച്ചും ഒക്കെ വിൽപ്പന നടത്തിയെങ്കിലേ നമ്മൾക്ക് വിശ്വാസം വരുവുള്ളൂ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഒരു 6-7 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചിട്ട് 6-7 വർഷമായി. ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ക്വിഡിന്റെ കാറാണ്, TVS ആണ് കേരളത്തിലെ സർവീസിങ് ചെയ്യുന്നത്, അവരുടെ സ്ഥാപനത്തിൽ സർവീസിങ് ചെയ്യാൻ പോയിട്ടുള്ളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാഞ്ഞുകൊണ്ട് പിന്നെ ഇന്നേ കാലം വരെ ഞാൻ അവരുടെ അടുത്ത് സർവീസ് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അവര് 4 വർഷത്തെ സർവീസ് സഹിതമാണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഒന്നാന്തരം തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചൈന മെയ്ഡാണ്. ഈ ചൈന മെയ്ഡ് സാധനം വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞത് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ ഒരു മനുഷ്യനും നമ്മളോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ചെങ്ങന്നൂരിലെ ഒരു പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്ന് ഒരു AC മേടിച്ച് അത് ഇൻസ്റ്റലേഷന് ഉള്ള 1600 രൂപ വരെ അടച്ചിട്ട് അവസാനം വന്ന ഗതികേട് ഒക്കെ വേറെയാണ്. അങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ തട്ടിപ്പും വെട്ടിപ്പും അല്ലാത്തത് ഒന്നും നമ്മൾക്ക് മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വിശേഷം. ഈ കൺസ്യൂമർ കോടതികള്, പിന്നെ കൺസ്യൂമർ നിയമങ്ങള്, ഇതൊക്കെ വെറും എവിടെയോ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത നിയമങ്ങളെന്ന് വേണേൽ പറയാം. മറ്റ് എല്ലാ മേഖലകളിലും ഉള്ള മാതിരി തന്നെയാണ് ആ നിയമ പരിരക്ഷകൾ നമ്മൾക്ക് കിട്ടാതെ വരുന്നത്. അപ്പം ആകെ മൊത്തം നോക്കിയാല് തനി മൂഞ്ചിയിലാണ് നമ്മളുടെ നാട്. എന്ത് സാധനം വാങ്ങാൻ പോയാലും നമ്മളെ മൂഞ്ചിച്ച് അവൻ മുതലാളിയാകുക, എന്നിട്ട് നമ്മളുടെ മുമ്പിലൂടെ അവൻ അഴിഞ്ഞാടി നടക്കുകയും ചെയ്യും. പറയും, അവൻ മീമ്പ് പറയും, അവൻ കോടീശ്വരനാണ്, അവൻ മാങ്ങാത്തൊലിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന്. നമ്മളുടെ മുമ്പിലൂടെ നമ്മളുടെ കൊള്ളയടിച്ച് നമ്മളുടെ ചന്തി കണ്ടിച്ചെടുത്തിട്ട് അത് നിന്ന് വയറ് നിറയ്ക്കുന്ന എല്ലാ മുതലാളിമാർക്കും വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ്. നാണം വേണം നിനക്കൊക്കെ. നിനക്കൊക്കെ എത്ര പേർക്ക് പ്രായപൂർത്തിയായി ചാകാൻ കഴിയുന്നുണ്ടെന്ന് പോലും നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ശരി, എന്നാ ലാൽ സലാം ഇരിക്കട്ടെ, ഒരെണ്ണം ചുമ്മാതെ ഇരിക്കട്ടെ.